അപ്പൊ ഇപ്പം ജോസഫിൽ ഒരു ഹെവി ക്യാരക്ടറാണ് ചെയ്തത്, ഭയങ്കര മെച്ചോർഡ് ക്യാരക്ടർ. അതായത് ഞാൻ പറഞ്ഞ അതിനകത്തെ ക്യാരക്ടർ കണ്ടിട്ട് ശരിക്കും ഇപ്പം ആത്മീയെ കാണുമ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞില്ല നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. അതേപോലെ നല്ല നല്ല ബേസ് ഹെവി ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് ഇഷ്ടം? അങ്ങനെ ഇല്ല. ആക്ച്വലി ജോസഫിന് ശേഷം എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കര മെച്ചുവേർഡ്, അതേപോലത്തെ തന്നെ അങ്ങനത്തെ ഒരു സാധനം. എനിക്കപ്പൊ ഇനി അങ്ങനെ വേണമെന്നല്ല. അപ്പൊ എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാനാ ഇഷ്ടം? ഞാൻ ആദ്യം തമിഴ് മൂവി ചെയ്തെന്ന് പറഞ്ഞില്ലേ, മനംകുത്തി പറവൈ, അതൊരു റൊമാൻറ്റിക് കോമഡി ആയിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് ഒട്ടും ഇന്ന് ഞാൻ കാണുമ്പോ നന്നാക്കായിരുന്നു എന്ന് തോന്നി. അതെല്ലാവർക്കും ഈവൻ ഞാൻ എന്റെ ഒരു ഫസ്റ്റ് ഫിലിം കണ്ടു കഴിയുമ്പോഴത്തേക്ക് പറയും ഇതൊന്നും ഒന്നും ചെയ്തിട്ടില്ല, ബെറ്റർ ആക്കാമായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും തോന്നും. ഈവൻ എന്താ പറയാ, നമ്മുടെ ദാസേട്ടനും പോലും എപ്പോഴും പറയില്ലേ ഇതുവരെ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടില്ല, സ്റ്റിൽ ഐ എം ലേണിംഗ് എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെയാ. എന്താ പറയാ, ഓരോ കഴിയുമ്പോൾ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് തോന്നും. അതെ. അപ്പൊ ആ സമയത്ത് എനിക്ക് റൊമാൻസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര മടിയും ചമ്മലും ഒക്കെയാ. പിന്നാണെങ്കിൽ ഒരു പക്ഷെ നന്നായി ചെയ്തേനെ റൊമാൻസ് സാധനമൊക്കെ. അതെന്തുകൊണ്ടാണ്? അന്ന് റൊമാൻസ് ഇല്ലാഞ്ഞിട്ടായിരുന്നോ അതോ പിന്നെ റൊമാൻസ് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടാണോ? റൊമാൻസ് ഇല്ലായിരുന്നു. അത് എപ്പോഴാ നീ റൊമാൻസ് സ്റ്റാർട്ട് ചെയ്ത്? അതൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുള്ളത് കുഞ്ഞ് മനസ്സിലാക്കി തരാം. ഞാൻ എന്റെ പ്രേക്ഷകരുടെ മുമ്പില് ഒരു കാര്യം പോലും കള്ളം പറയുകയല്ല, അതറിയത്തില്ലേ? അതുകൊണ്ട് നിങ്ങൾ ആർക്കൊക്കെ ഒളിച്ചു വെച്ചേച്ച് ഇവിടെ ഒന്നും നിൽക്കാൻ ഒക്കത്തില്ല. ഞങ്ങളിങ്ങനെ തുറന്ന മനസ്സുള്ള ആൾക്കാരാ. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്ത്? സനുവിന് കല്യാണം കഴിക്കുന്നതിന് ഒരു 3 വർഷം മുമ്പ് ആണ് സനുവായിട്ട് നാണം വരുന്നതാണോ, പറയാൻ മറന്നുപോയതാണോ, എന്താ സംഭവിക്കുന്നത്? അല്ല, ആക്ച്വലി 3 years ഇഷ്ടപ്പെട്ടിട്ടാണ്. കോളേജ് മീറ്റ്സ് ആയിരുന്നു. പക്ഷെ എൻ്റെ കൂടെ പഠിച്ചതല്ല, വേറെ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് സനുവിനെ അറിയത്തില്ലായിരുന്നു. ഞങ്ങളൊരു നാട്ടിലാണ്. പിന്നെ ഞാൻ കണ്ണൂരാണ്, തളിപ്പറമ്പിലാണ്. സോ തളിപ്പറമ്പിലേക്ക് ഞാൻ വീട് മാറി വന്നപ്പോഴാണ് സനുവിനെ കാണുന്നതും കോളേജിൽ പഠിച്ചതാണെന്നും ഒക്കെ മനസ്സിലായതൊക്കെ. അങ്ങനെ ഞങ്ങൾ ഒരു അല്ല നാട്ടിൽ വന്നേ പിന്നെ നാട്ടിൽ വന്ന പുള്ളി ഡോക്ടറോ? അല്ല, മെർച്ചന്റ് നേവിയിലാണ്. ഓ അത് ശരി. ഓക്കെ. സനു അവിടെ കോളേജിൽ പഠിച്ചത് BBM ആണ്, പക്ഷെ ചെയ്യുന്നത് ഇപ്പോൾ മെർച്ചന്റ് നേവിയിലാണ്. ആക്ച്വലി തളിപ്പറമ്പ് എന്ന് പറഞ്ഞപ്പോഴാണ്, അത് നിങ്ങളുടെ വീടിനടുത്താണോ രാജരാജേശ്വരി അമ്പലം? അടുത്താണ്. സനുവിന്റെ വീടായാലും എൻ്റെ വീടായാലും അമ്പലത്തിന് അടുത്താണ്. ഓക്കെ. ഞാൻ ഒരു പ്രാവശ്യം അവിടെ പോയി തൊഴുതിട്ടുണ്ട്. ഭയങ്കര നല്ല അമ്പലം കേട്ടോ. ഈ പറഞ്ഞ പോലെ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഭയങ്കര ശക്തിയാ ദേവി അല്ലേ? നിങ്ങൾക്ക് പേഴ്സണലി അത് അമ്മയെ കുറിച്ച് എന്താ പറയാൻ? ഇല്ല, അമ്മയല്ല, അവിടെ ശിവനാണ്, ശ്രീ രാജരാജേശ്വരൻ എന്നാ പറയാ. അപ്പോ ആക്ച്വലി ചേച്ചിയും ഷാജി സാറും ഒക്കെ വന്നത് ഞങ്ങൾ അറിയായിരുന്നു. അതായത് ഏട്ടന്റെ സിസ്റ്ററിന്റെ മോളെ കല്യാണം കഴിപ്പിച്ചിരിക്കുന്നത് കണ്ണൂരാണ്. അങ്ങനെ വന്നിട്ടുണ്ട്. രസാത് അതിന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോ. പക്ഷെ സന്ധ്യക്ക് ശേഷം സ്ത്രീകൾക്ക് കയറാൻ പാടില്ല. അതിന്റെ ഒരു പടിക്ക് ഇപ്പുറം നിന്ന് വേണം, കുനിഞ്ഞേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ? പക്ഷെ ഞാൻ ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം പോയി തൊഴുതിട്ടുണ്ട്. ഭയങ്കര രസാ ഭഗവാനെ കാണാന്. പൊന്നിൻകുടം എന്ന് പറയാം, അവിടുത്തെ പ്രധാന വഴിപാട് പൊന്നിൻകുടം നിറച്ച് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഓ ശരി. അത് ദൈവം അനുഗ്രഹിച്ച് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ആ ഒരു ഉത്സവ സമയത്താണ്? അല്ല, എല്ലാം അവിടുത്തെ പ്രധാന വഴിപാട്. എന്താ ചെയ്യുന്നത്? പൊന്നുംകുടം വെക്കാന്ന് പറയും. ഓ ശരി. ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോ ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കണം. ഈ ചിയ പുഡിംഗ് ഒന്നും പറ്റുകയില്ല. എനിക്ക് കുറച്ചുകൂടെ നല്ല ഹെവി ആയിട്ടൊരു സാധനം ഉണ്ടാക്കി തരണം. ഇത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒന്ന് കുതിർന്നെന്ന് തോന്നുന്നു കേട്ടോ. ആക്ച്വലി ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ഞാൻ ചുമ്മാ പറയുമല്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ, അതായത് ഇപ്പം എന്നെ സംബന്ധിച്ച് പിള്ളേരൊക്കെ ഇപ്പം പലയിടത്താണ് പഠിക്കുന്നത്. ഏട്ടൻ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ മിക്കവാറും എന്നാ പറയുക, അടുക്കളയിൽ കയറി പണിയെടുക്കാനൊന്നും നമുക്ക് ഒരാൾക്കായിട്ട് മെനക്കെടുകയില്ല. അന്നേരം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി അത് എളുപ്പമുള്ള കാര്യം. അത് കൊച്ചു പറയുന്ന സത്യം കേട്ടോ, എല്ലാന്നൊന്നും ഞാൻ പറയല്ല. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഉതൂടെ കുടിച്ചിട്ടെ. ആക്ച്വലി കരിക്കിൻ്റെ ഒരു തേങ്ങാപ്പാൽ ഒഴിക്കുന്നോണ്ട് നമ്മൾ കരിക്കുവെള്ളം കുടിക്കത്തില്ലേ, അതിന്റെ ഒരു ടേസ്റ്റും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇത് സമാധാനമായിട്ടേ കഴിക്കാനൊക്കത്തുള്ളൂ. അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള സാധനം ഉണ്ടാക്കി തരണം. എന്നിട്ട് ഈ 3 വരി പാട്ടുമായിട്ട് ഈ ആനീസ് കിച്ചണിൽ നടക്കുകയില്ല. കുഞ്ഞൊരു മിനിമം ഒരു ഫസ്റ്റ് പല്ലവിയോ അതൊക്കെ പഠിച്ചേച്ച് വെച്ചാണ് ഇങ്ങോട്ട് വരാനായിട്ട് കേട്ടോ. പേടിയാ മറ്റൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആനീസ് കിച്ചണിൽ പേടി വേണ്ട. ഇത് നമ്മുടെ വീടാ അല്ലേ? നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്തിടപഴകാൻ പറ്റുന്ന ഒരു സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഓക്കെ. ഇനി നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ, ഒരുപാട് നന്മകൾ വരട്ടെ. എനിവേ താങ്ക് യു വെരി മച്ച്. താങ്ക് യു ചേച്ചി. സെയിം വിഷസ്. താങ്ക് യു.
Annieskitchen.